നമ്മൾ ചർച്ചയിലേക്ക് വരുന്നു. ഇന്ന് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം, അപ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയോടെയാണ് ആ പേരുമാറ്റം കോൺഗ്രസ് പ്രവർത്തകർ പോലും അത്ഭുതത്തോടെ കേട്ടത്. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കെ മുരളീധരൻ പറഞ്ഞത് കേൾക്കാം. കെ കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങളാരും ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനെടുത്തോളം കാലം സമ്മതിക്കില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ് എൻ്റെ ഗ്യാരണ്ടി, അല്ലാതെ എനിക്ക് മറ്റ് ഗ്യാരണ്ടി ഒന്നും നൽകാൻ കഴിയില്ല. അടുക്കൽ ബി ഗോപാലകൃഷ്ണൻ, ഏതെങ്കിലും നേതാക്കൾക്ക് പത്മജയുടെ നിങ്ങളുടെ ക്യാമ്പിലേക്കുള്ള വരവ് അറിയുമോ അറിയില്ല, പക്ഷേ തൃശ്ശൂരെ ജില്ലാ നേതാക്കളോ പ്രവർത്തകരോ സ്വപ്നേവി കരുതിയതല്ല കൊടിയ രാഷ്ട്രീയ വഞ്ചന എന്നവർ വേദനയോട് പറയുന്ന പത്മജയുടെ പാർട്ടി മാറ്റം. അത് ആ പ്രവർത്തകരെ, നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ അസ്തപ്രജ്ഞരാക്കി എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹാരായ പ്രവർത്തകർ വരുന്നത് കെ മുരളീധരനാണ് എന്നറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുകയാണ്. അവിടെ കുറേ അധികം ഗ്രൂപ്പുകളുള്ള കോൺഗ്രസ് പാർട്ടിയിൽ വല്ലാത്തൊരു ഐക്യം കൊണ്ടുവരുന്നു. ഓപ്പറേഷൻ പത്മജയ്ക്ക് 10 മടങ്ങ് പ്രഹരത്തിൽ തിരിച്ചടിച്ചോ കോൺഗ്രസ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ? ആദ്യം മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു മറുപടി പറഞ്ഞോട്ടെ. എനിക്ക് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പം സഹതാപം തോന്നി. കാരണം തന്തയ്ക്ക് പറക്കാത്തതാണ് പത്മജ എന്ന് പറയുമ്പം ഏത് കോൺഗ്രസ്സുകാരനായാലും അപമാനിച്ചത് കരുണാകരനെയാണ്. കരുണാകരൻ്റെ വിശ്വസ്തയായ ഈ കോൺഗ്രസ്സുകാരൊക്കെ 3 നേരം പോയിട്ട് വീട്ടിലിരിക്കുമ്പം അവർക്ക് വെച്ചു വിളമ്പിയ ആ പാവം സ്ത്രീയെയാണ്. അത് വേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് സംഘികൾക്ക് വിട്ടുകൊടുക്കണ്ട. ഈ മൂന്നാംകട ഭാഷയിൽ സ്വന്തം അച്ഛനെ അമ്മയും അപമാനിച്ചവർക്ക് വീണ്ടും കരുണാകരനെ വിട്ടുകൊടുക്കാൻ, അച്ഛനെ വിട്ടുകൊടുക്കാൻ, അച്ഛൻ്റെ ആത്മാവിനെ വിട്ടുകൊടുക്കാൻ, അച്ഛൻ്റെ ചിതയിൽ വീണ്ടും പോയിരുന്ന് തെറി പറയാൻ അവസരം കൊടുക്കുന്നത് നന്നായി എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കണം. കെ കരുണാകരനെ ഞങ്ങളൊക്കെ, അദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ പോയിരുന്നാണ് അനുശോചനത്തിന്. അന്ന് ഞാൻ പറഞ്ഞൊരു ഭാഷയുണ്ട്, ഒരു കെ കരുണാകരൻ BJP ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഒരു ഭാഷ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആ കെ കരുണാകരനെ ഇങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല. അതിന് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് കെ മുരളീധരൻ. അതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൊരട്ടിമുത്തിക്ക് പൂവങ്കല സമർപ്പിച്ച പ്രതാപൻ, അദ്ദേഹം ഇന്നലെ രാവിലെ ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് എത്താൻ 10 മണിക്ക് എത്തേണ്ടതാണ്. അദ്ദേഹം എത്തിയത് 10:45. ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രതാപം വരും, വന്നിട്ട് ചെയ്യാം. 10:45 അദ്ദേഹം എത്തി. അപ്പോൾ അദ്ദേഹം വിടർന്ന പുഞ്ചിരിയോടുകൂടി വന്നു. ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഞാൻ ചോദിച്ചു എന്തായി? അപ്പോൾ പറഞ്ഞു എല്ലാ ഉത്കണ്ഠയും നീങ്ങി, ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനിത് താങ്കളുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാനിവിടെ പറയട്ടെ, ഞാനാണ് പ്രസംഗിക്കുന്നത് ആദ്യം. ആ പറഞ്ഞോളൂ ഗോപാലകൃഷ്ണൻ പറഞ്ഞോളൂ പറഞ്ഞു. അദ്ദേഹം കസേരയിലിരിക്കുമ്പോൾ ഞാനത് പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എന്നെ അഭിനന്ദിച്ചു. ഒപ്പം നാട്ടുകാരോടൊക്കെ പറഞ്ഞു ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി. നോക്കൂ, കേരളത്തിലെ എല്ലാ നിലവിലുള്ള MP മാർക്കും സീറ്റ് കൊടുത്തു. ഈ മനുഷ്യനെ മാത്രം തഴഞ്ഞു. ഇത് സർജിക്കൽ സ്ട്രൈക്കാണോ അതോ 2 രീതിയിലുള്ള സ്ട്രൈക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മുരളീധരൻ വരുന്നതിൽ വല്ലാത്തൊരു ആവലാതി തൃശ്ശൂരെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ബി ഗോപാലകൃഷ്ണൻ ഉണ്ടോ? താങ്കളുടെ ആദ്യം മുതൽ തന്നെ പ്രതാപനെ മാറ്റിയതിൽ അങ്ങേക്ക് വല്ലാത്തൊരു സങ്കടമുള്ള ഒരു തോന്നൽ തോന്നുന്നു ബി ഗോപാലകൃഷ്ണൻ, അങ്ങനുണ്ടോ? അല്ല, ഞാൻ നിങ്ങൾ ചോദിച്ചതിനല്ലേ ഉത്തരം പറയുന്നത്. പ്രതാപൻ എൻ്റെ സുഹൃത്താണ്, അത് വേറെ വിഷയം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലാക്കും. നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, കാരണം ഒരു മനുഷ്യൻ കൊരട്ടിമുത്തിക്ക് പൂവങ്കൊലയും കൊടുത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തെ പിടിച്ച് മാറ്റി, എന്നിട്ട് ഇപ്പോൾ ചുമരെഴുതായി നടക്കാൻ. കൊരട്ടിമുത്തിയുടെ പൂവങ്കൊലയ്ക്ക് മുമ്പ് ഒരു കിരീടം ഉണ്ടായിരുന്നില്ലേ? കൊരട്ടിമുത്തിക്കുള്ള പൂവങ്കൊല അപരാധമായി കാണല്ലേ? നേർച്ചക്കൊല ആയിക്കൂടെ? എന്തൊരു കഷ്ടം. നിങ്ങൾ എന്ത് വിവരക്കേടാ പറയുന്നത്? ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം സ്ഥാനാർത്ഥിയായതിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് ഞാൻ വേറൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഈ ആവശ്യമില്ലാത്തതിലേക്കൊന്നും പോകല്ലേ. അങ്ങനെ ഒരു മനുഷ്യൻ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഇന്നലെ രാവിലെ 10:45. അതല്ലേ ഞാൻ തുറന്നു പറഞ്ഞേ. അതോടെ മാറ്റിവെക്കുക. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, അതായത് ആ പാർട്ടിക്ക് തീരുമാനമെടുക്കാം. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എൻ്റെ പോയിന്റ് 2 കാര്യമാണ്. ഒന്ന്, പ്രതാപനെ കൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തടയാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം കണ്ടിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വേണുഗോപാലും കൂട്ടരും കരുണാകരൻ്റെ മകനും ഒരു മൊത്തം പണി കൊടുത്തതാണ്. ഒരു സ്ട്രൈക്ക്, സർജിക്കൽ സ്ട്രൈക്ക് ശരിക്ക് മുരളീധരന് കൊടുത്തതാണെന്നൊരു സംശയം എനിക്ക്. കാരണം മുരളീധരൻ്റെ ജാതകം അനുസരിച്ച്
അദ്ദേഹത്തിന് ഭാഗ്യമില്ലാത്ത ഒരു ജില്ലയാണ് ഈ തൃശ്ശൂർ ജില്ല. അദ്ദേഹം ഒരിക്കലും ജയിച്ചിട്ടില്ല. അദ്ദേഹം വടക്കാഞ്ചേരിയിൽ മന്ത്രിയായിട്ട് പോയി മത്സരിച്ച് തോറ്റു. അദ്ദേഹം പാർലമെൻറ്റിൽ തൃശ്ശൂരിൽ മത്സരിച്ച് തോറ്റു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാശിയില്ലാത്ത ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ രാശിയില്ലാത്ത മണ്ഡലത്തിൽ പോയി നിന്ന് ഇയാൾ അങ്ങോട്ട് തോക്കട്ടെ എന്ന് വേണമെന്ന് വെച്ചിട്ട്, കാരണം സ്വന്തം പെങ്ങളപ്പുറത്ത് പോയതല്ലേ, അപ്പോൾ ആങ്ങളക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് വേണുഗോപാൽ ഒരു പണി കൊടുത്തതാണോ എന്ന് ഒരു സംശയം എനിക്കുണ്ട്. എന്തായാലും ശരി, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള മത്സരത്തിൽ ആങ്ങളെ പൊളിയും എന്നുള്ളതിൽ യാതൊരു സംശയവും ഉദ്ദേശിക്കുന്ന മാതിരിയൊന്നും അല്ല തൃശ്ശൂര്. ശരി, പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ ജാതകം രാശി എന്നതൊക്കെ നോക്കേണ്ടതുണ്ടോ? പോട്ടെ, ഓരോരുത്തർ വിശ്വാസം പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം.